സോ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് PTE സ്പീക്കിംഗിലെ റീറ്റെൽ ലെക്ചറിലും ഡിസ്ക്രൈബ് ഇമേജിൽ ഇനിത്തോടെ ടെംപ്ലേറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ടെംപ്ലേറ്റ് ബാൻ ആയതാണ്. സോ കാര്യങ്ങളെ കിടപ്പൊക്കെ അറിയാലോ, പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലോടുകൂടി പല അധികം ടെംപ്ലേറ്റുകൾ ബാൻ ആയിരിക്കുന്നു. സോ ഇതൊരു അപ്ഡേറ്റഡ് ടെംപ്ലേറ്റ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ടു ബി ഓണസ്റ്റ്, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇനി സ്പീക്കിങ്ങിലില്ല. ഇനിയിപ്പം ഡിസ്ക്രൈബ് ഇമേജിന് റീറ്റെൽ ലെക്ചറിലും ടെംപ്ലേറ്റുകളില്ല. ഇനി തൊട്ട് നമ്മൾ സ്കെലറ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് സ്കെലറ്റൻ? ഒരു സ്ട്രക്ചർ തരാൻ, നമ്മളെ സംസാരത്തിന്, നമ്മൾ പറയുന്ന കാര്യത്തിന് സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരിക്കും, സ്കെലറ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൊച്ചായിരിക്കും. IELTS ഡിസ്ക്രൈബ് ഇമേജിന് സിമിലർ ആയിട്ടുള്ള ടാസ്ക് ഉണ്ട്. അതിൽ പിള്ളേർ ഉപയോഗിക്കുന്നത് സ്കെലറ്റൻ ആണ്. അതുപോലത്തെ ഒരു സ്കെലറ്റൻ ആണ് ഇനി തൊട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി തൊട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചർ നിങ്ങൾ എന്റെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ എന്റെ സ്കെലറ്റൻ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്കെലറ്റൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. 5 വർഷം, 4 വർഷം, 1 വർഷം മുമ്പ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിരുന്ന ടെംപ്ലേറ്റ്സ് പോലും ഇനി ഉപയോഗിക്കരുത്. സോ സൂക്ഷിച്ചും കണ്ടൊക്കെ ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യുക. ഇത്രയും നാളെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടന്റ് നോ പ്രയോറിറ്റി ഇൻ ഡിസ്ക്രൈബ് ഇമേജ് ആണ്. ബട്ട് ദെൻ കാര്യങ്ങൾ മാറി. അപ്ഡേറ്റിന് ശേഷം ഇനി കണ്ടന്റ് പ്രയോറിറ്റി ആണ് ഡിസ്ക്രൈബ് ഇമേജിൽ. റീറ്റെൽ ലെക്ചറിൽ നമ്മൾ പണ്ട് തൊട്ടേ ടെംപ്ലേറ്റുകളിലൊക്കെ കണ്ടന്റ് കൊടുക്കും. സോ എന്താണ് ആ സ്കെലറ്റൻ എന്നുള്ളത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ടു PTE സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും PTE റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്തൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ടു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. വളരെയധികം എഫേർട്ട് ചെയ്യണ വീഡിയോയുടെ ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PTE റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാൻ തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. കോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽസ് നിങ്ങളിലോട്ട് എത്തും. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ എല്ലാ ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചർ ഒരു മനുഷ്യൻ നോക്കിയിട്ട് അല്ല നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. കമ്പ്യൂട്ടർ നോക്കിയിട്ട് നിങ്ങൾ കണ്ടന്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്, അതായത് ഗിവൺ ഇമേജ് റെപ്രസെന്റ്സ് എ ബ്യൂട്ടിഫുൾ ഇമേജ്, അതായത് ഒരു ഇമേജ് ബ്യൂട്ടിഫുൾ ഒന്നും ആയിരിക്കത്തില്ല, അതുപോലെ ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ്, അല്ലെങ്കിൽ വെറും കീവേഡ്സ് ഉള്ള ടെംപ്ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 20 സെക്കൻഡിൽ കുറവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്താൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമാണ് ടെംപ്ലേറ്റ് ഉണ്ടെന്നത് ഫ്ലാഗ് ചെയ്യുന്നത്. സസ്പീഷ്യസ് ഓഡിയോ ആയിട്ട് ഫ്ലാഗ് ചെയ്തിട്ട് ആ ഫ്ലാഗ് ചെയ്യുന്ന ഓഡിയോസ് മാത്രമാണ് ഒരു മനുഷ്യനിലോട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ അയച്ചു കൊടുക്കണം. എന്നിട്ട് ആ മനുഷ്യൻ കണ്ടന്റ് ഭാഗം മാത്രം ചെക്ക് ചെയ്യും. നിങ്ങളെ ഗ്രാമർ ചെക്ക് ചെയ്ത്, നിങ്ങളെ ടോൺ ചെക്ക് ചെയ്തില്ല, നിങ്ങളെ പ്രൊണൗൺസിയേഷൻ ചെക്ക് ചെയ്ത, കണ്ടന്റ് ഭാഗത്തിൽ ഏതെങ്കിലും ഒരു ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ കണ്ടന്റ് 0 ഇടും. കണ്ടന്റ് 0 ഇട്ടാൽ ആസ് പെർ മാർക്കിംഗ് ക്രൈറ്റീരിയ ഫ്ലുവൻസിക്കും പ്രൊണൗൺസിയേഷനും 0 ആണ്. എന്തൊക്കെ ചേഞ്ചസ് വന്നാലും ഇപ്പോഴും ഫ്ലുവൻസിക്കും പ്രൊണൗൺസിയേഷനും തന്നെയാണ് ഹയസ്റ്റ് വെയിറ്റേജ്. അതായത് ഒരു ഫംബിൾസോ ഒരു ഹെസിറ്റേഷൻസോ വരാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കുറച്ചും കൂടെ കൊടുക്കണം. ആൻഡ് മേക്ക് ഷുവർ യു ടോക്ക് ഫോർ അബൌട്ട് 25 seconds to 30 seconds. ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ പറയണം. ബോത്ത് ഫോർ റീറ്റെൽ ലെക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇമേജ്. 20 സെക്കൻഡിൽ കുറവാവരുത്. 20 സെക്കൻഡിൽ കുറവാണെങ്കിൽ പണി കിട്ടും. റൈറ്റ്, ആദ്യം റീറ്റെൽ ലെക്ചറിന്റെ സ്കെലറ്റൻ നോക്കാം. ഇത് PTE സിംപ്ലിഫൈഡ് മലയാളത്തിന്റെ സ്വന്തം സ്കെലറ്റൻ ആണ്. ആൻഡ് ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, സോ നമ്മൾ പണ്ട് റീറ്റെൽ ലെക്ചറിന് ഞാൻ അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലെങ്തി ടെംപ്ലേറ്റ് ആണ്. എന്തുകൊണ്ട് ലെങ്തി ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നു? ഫ്ലുവൻസി എൻഹാൻസ് ചെയ്യാം. പക്ഷെ ഇനി തൊട്ട് ഫ്ലുവൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ജനറിക് ടെംപ്ലേറ്റ് പറഞ്ഞാൽ ഉടനെ സോഫ്റ്റ്വെയർ ഫ്ലാഗ് ചെയ്യും. അതൊരു ഹ്യൂമൻ നോട്ട് അയച്ചു കൊടുക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഷോർട്ട് ടെംപ്ലേറ്റ് ഉപയോഗിക്കണം. ദ ലെക്ചർ ഹൈലൈറ്റ്സ്. ടെംപ്ലേറ്റ് അല്ല, സ്കെലറ്റൻ. ഓക്കെ, സ്കെലറ്റൻ. ദ ലെക്ചർ ഹൈലൈറ്റ്സ്. ഇത് ടെംപ്ലേറ്റ് അല്ല, സ്കെലറ്റൻ ആണ്. നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനത്തെ ലിങ്കിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും, ലിങ്കിങ് ആയിട്ടുള്ള ഫ്രേസുകൾ ഉപയോഗിക്കും. അതാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ദ ലെക്ചർ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രേസ് 1 എഴുതണം. ഫ്രേസ് 1 എന്ന് പറഞ്ഞാൽ അറിയില്ല, കീവേഡ്സ് മാത്രം എഴുതരുത്. ടെംപ്ലേറ്റിൽ ഈ കീവേഡ് ടെംപ്ലേറ്റ് അതുവരെ ബ്ലോക്ക് ചെയ്യാനുള്ള 101% ചാൻസസ് ഉണ്ട്. സോ ഫ്രേസുകൾ എഴുതുക. എന്താണ് ഫ്രേസ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അവർ പറയുന്ന സാധനങ്ങൾ കേട്ടിട്ട് 5 സെക്കൻഡ് കേൾക്കുക, 5 സെക്കൻഡ് എഴുതുക. അതിലൂടെ ഒരു ഓഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 5-6 ഫ്രേസ് എഴുതിയെടുക്കാൻ പറ്റും. ഫ്രേസുകൾ എഴുതുക. ഒരു 6 to 7 വേർഡ്സ് ഉള്ള ഒരു സെന്റൻസ് എഴുതിയെടുക്കുക. എന്നിട്ട് അത് ഇതിനകത്ത് കേട്ടുക. ദ ലെക്ചർ ഹൈലൈറ്റ്സ്. ആദ്യത്തെ ഫ്രേസ് എഴുതിയെടുത്ത ഫ്രേസ് വായിക്കുക. ഇൻ ദ ഇൻട്രൊഡക്ഷൻ ദ സ്പീക്കർ ടോക്ഡ് അബൌട്ട്. കണ്ട, നേരത്തെ ഉള്ള ഞാൻ പഠിച്ച ടെംപ്ലേറ്റ് ഒക്കെ ഭയങ്കര ലെങ്തി ആയിരുന്നു. പക്ഷെ അതിനെ ഷോർട്ട് ആക്കി. ഇൻ ദ ഇൻട്രൊഡക്ഷൻ ദ സ്പീക്കർ ടോക്ഡ് അബൌട്ട്. അടുത്തൊരു ഫ്രേസ് എഴുതണം. എന്നിട്ട് അത് വായിക്കണം. ആഫ്റ്റർ വേർഡ് ദ സ്പീക്കർ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഫ്രേസ് 3. ദ സ്പീക്കർ അഡീഷണലി പോയിന്റഡ് ഔട്ട് ഫ്രേസ് 4. ഇൻ സമ്മറി ദ ലെക്ചർ ക്ലിയർലി ഔട്ട്ലൈൻഡ് ഫ്രേസ് 5. ഇത് ടെംപ്ലേറ്റ് അല്ല, ഇത് സ്കെലറ്റൻ ആണ്. ഇതൊരു കൊച്ചു വാവേടുത്ത് ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ കൊച്ചു ഇങ്ങനെ ലെക്ചർ കേട്ടിട്ട് അതിനെ പറ്റി പറയാൻ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞു, അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, അവസാനം ഇത്ര ഓവറോൾ ഇങ്ങനെ പറഞ്ഞു. ഇതല്ലേ പറയത്തുള്ളൂ. സോ ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവർ പിടിക്കാൻ പോണില്ല. ഇൻ കേസ് നിങ്ങളെ സാധനം ഫ്ലാഗ് ചെയ്തവർ ഈ ഹ്യൂമൻ ഇൻവിജിലേറ്ററിന് അയച്ചു കൊടുത്താൽ പോലും അവർക്ക് ഇത് നമ്മൾ കാര്യം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് കൊടുക്കാൻ നമുക്ക് ലിസണിംഗ് മാർക്ക് കിട്ടത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി ലിങ്കിങ് ആയിട്ടുള്ള സ്കെലറ്റൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവര് പിനലൈസ് ചെയ്യാൻ പോകുന്ന റീറ്റെൽ ലെക്ചർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഈവൻ ഇഫ് യു ആർ ഫ്ലാഗ്ഡ്. ഓക്കെ, സോ ഇത് ഉപയോഗിച്ചാൽ മതി.
ഇത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഇതിന് സിമിലർ ആയിട്ടുള്ള സാധനം ഉപയോഗിക്കണം. പക്ഷെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കരുത്. അത്രയേ ഉള്ളൂ. സ്കെലറ്റൺസ്, ഇതുപോലത്തെ സ്കെലറ്റൺസ് ഉപയോഗിക്കുക. കഴിഞ്ഞു. റീറ്റെൽ ലെക്ചർ സോർട്ടഡ്. ഒന്നുമില്ല, കുറച്ച് ഫ്രേസുകൾ എഴുതിയെടുക്കുക, അതിനകത്ത് ആഡ് ചെയ്ത്. ഇത്രയും നാൾ നിങ്ങൾ റീറ്റെൽ ലെക്ചർ പഠിച്ചില്ലേ, അതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. ദ ഓൺലി തിങ് ഈസ് ടെംപ്ലേറ്റ് കുറച്ചും കൂടെ കുഞ്ഞായി സ്കെലറ്റൺ ആയിട്ട് മാറി. ഇനി ഡിസ്ക്രൈബ് ഇമേജ് നോക്കാം. ഡിസ്ക്രൈബ് ഇമേജിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ കൊനഷ്ടാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം പറയേണ്ടത്, നമ്മളൊക്കെ നേരത്തെ ഞാനൊക്കെ പറഞ്ഞിട്ട് ഗിവൺ ഇമേജ് റെപ്രസെന്റ്സ് എ ബ്യൂട്ടിഫുൾ ഇമേജ് ദെയർ മസ്റ്റ് ഹാവ് ബീൻ എ പോപ്പുലർ ഡിബേറ്റ്. അതൊരു ജനറിക് ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ഫ്ലുവൻസി എൻഹാൻസ് ആവാൻ വേണ്ടിയാണ് ഇത്. ഞാൻ എപ്പോഴും പറയുന്ന ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷൻ തന്നെ ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. പണ്ട് ഡിസ്ക്രൈബ് ഇമേജിൽ കണ്ടന്റ് നോ പ്രയോറിറ്റി ആണെങ്കിൽ ഇപ്പൊ കണ്ടന്റ് കുറച്ചൊക്കെ പ്രയോറിറ്റി വന്നു. സോ ദ ഇമേജ് ഷോൺ ഇസ് എ ബ്യൂട്ടിഫുൾ ഇമേജ് എന്നൊന്നും പറയുന്നത് ബാൻ ചെയ്യും. ദ ഇമേജ് ഷോൺ ഇസ് എന്താണ് അവർ കാണിച്ചിരിക്കുന്നത് അതാണ് പറയേണ്ടത്. പൈ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്, പൈ ചാർട്ട് എന്ന് പറയാം. ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, അവർ ലൈൻ ഗ്രാഫോ ബാർ ഗ്രാഫോ കാണിക്കും. ലൈൻ ഗ്രാഫ് ആണെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറയാം, ബാർ ഗ്രാഫ് ആണെങ്കിൽ ബാർ ഗ്രാഫ് എന്ന് പറയാം. പിന്നുള്ളത് ഫ്ലോ ഡയഗ്രാം ആണ്. ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനുശേഷം ഇത് നടന്നു, ഇതിനുശേഷം ഇത് നടന്നു, അങ്ങനെ ഒരു പടം വരും. അതിന് ഫ്ലോ ഡയഗ്രാം എന്നാണ് വിളിക്കുക. ചിലപ്പോൾ ഒരു മാപ്പ് വരും, ഒരു ഫ്ലോർ ഡയഗ്രാം വരും. ഫ്ലോർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, മാപ്പ് പോലെ ഈ ബിൽഡിങ്സിന്റെ ഒക്കെ ഓരോ ഫ്ലോറിന്റെ ഡയഗ്രാംസ് ആണ്. ടേബിൾ വരും, ചിലപ്പോൾ ടേബിൾ വരും, ചിലപ്പോൾ സാധാ പിക്ചർ വരും. ഇനി തൊട്ട് ഞാൻ പറയാണ്, ഈ പുതിയ അപ്ഡേറ്റിന് ശേഷം പിക്ചർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് 25-30 സെക്കൻഡ് എങ്കിലും സംസാരിക്കണമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി തൊട്ട് പിക്ചർ വരുന്നതല്ല. കാരണം പിക്ചറിൽ നിന്ന് ഒരു കണ്ടന്റ് ഒന്നും നമുക്ക് പറയാനില്ല. സോ പിക്ചർ വരാനുള്ള സാധ്യത കുറവാണ്. പിക്ചർ വന്നാലും നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രൈബ് ചെയ്യും റീറ്റെൽ ലെക്ചറിനൊക്കെ മാസ്റ്റർ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ഡിസ്ക്രൈബ് ഇമേജ് വിത്ത് മീ, റീറ്റെൽ ലെക്ചർ വിത്ത് മീ എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വരുമായിരിക്കും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് അതിൽ കാണാം. ഇതിപ്പോ തിയറി ക്ലാസ് മാത്രമാണ്. ഓക്കെ, പിക്ചർ ഇത് ഏത് പിക്ചർ ആണെന്ന് നമ്മൾ അപ്പൊ കാണുന്നു, ഡിസൈഡ് ചെയ്യുന്നു, അതിൽ പറയുന്നു. ദാറ്റ് പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് മെയിൻ ടോപ്പിക്. അല്ലെങ്കിൽ ഹെഡിങ് വായിക്കുക, അതിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഹെഡിങ് വായിക്കുക. ഇനി ഈ ഒരു അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫുകൾക്ക്, അതായത് ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ഗ്രാഫിന് മാത്രമേ ഈ ലൈൻ ഉപയോഗിക്കാവുള്ളൂ. എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ദിസ് വൈൽ ദ വൈ ആക്സിസ് റെപ്രസെന്റ്സ് ദിസ്. എക്സ് എന്ന് പറയാൻ അറിയാലോ, താഴെ കൂടെ പോണ ഗ്രാഫ്, വെർട്ടിക്കലി പോണത് വൈ ആക്സിസ് ആണ്. അപ്പൊ അത് രണ്ടിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രം പറയുക. ഇത് ഗ്രാഫിന് മാത്രം, ഗ്രാഫ് അല്ലാതെ വേറെ വല്ലതും ആണെങ്കിൽ, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇല്ലെങ്കിൽ അത് മുക്കിക്കോ, അത് പറയണ്ട. എന്നിട്ട് ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ്, എന്നിട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇതിൽ ലോവസ്റ്റും ഹയസ്റ്റും വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കാം. ഹയസ്റ്റും ലോവസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ഇതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയണം. കീവേഡ്സ് പറയരുത്, ഇവിടെയും കീവേഡ്സ് പറയരുത്, ഫ്രേസുകൾ പറയണം. പിന്നെ ഗ്രാമറിന് ഇവിടെ ഇപ്പോഴും മാർക്കില്ല, ലോജിക്കിന് ഇപ്പോഴും മാർക്കില്ല, കണ്ടന്റിന് മാത്രമാണ് മാർക്ക്. നിങ്ങൾ റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്താൽ മതി. സോ ഗ്രാമാറ്റിക്കലി ശരിയാവണമെന്നൊന്നുമില്ല, നിങ്ങൾ പറയൂ, ഫ്രേസ് പറയൂ. ഗ്രാമർ വൈസ് പൊട്ടത്തന്നെ ആയിരിക്കും പറയണം, പക്ഷെ നിർത്താതെ ഫ്രേസ് പറയാം. കാരണം ഇപ്പോഴും ഫ്ലുവൻസിക്കും പ്രൊണൗൺസിയേഷനുമാണ് അപ്പർ ഹാൻഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് ഇവിടെ ഒരു വാല്യൂ പറയണം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇവിടെ ലോവസ്റ്റ് ആണ് പറയണമെങ്കിൽ ഇവിടെ ഹയസ്റ്റ്, ഇവിടെ ഹയസ്റ്റ് ആണ് പറയണമെങ്കിൽ ഇവിടെ ലോവസ്റ്റ്, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട്, ഹയസ്റ്റും ലോവസ്റ്റും ഇല്ലെങ്കിൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ്. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഇസ് ദാറ്റ്, എന്നിട്ട് ഇവിടെ ഒരു ട്രെൻഡ് പറയണം. എന്താണ് ട്രെൻഡ്? അതായത് ഇങ്ങനെ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ഒന്നിലെ സ്റ്റഡി ഇൻക്രീസ്, അത് ഇതിനുശേഷം ഇങ്ങനെ ഈ പെൻഗ്വിൻസിനെ പറ്റി പറയാണ്, ഈൽസിനെ പറ്റി പറയാണ്. ഈ 2005 ഇത്രയാണ് അതിന്റെ പോപ്പുലേഷൻ. എന്നിട്ട് 2006 വന്നപ്പോൾ പെൻഗ്വിൻസിന്റെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു. സോ കണ്ട, സഡൻ ഡിക്ലൈൻ അല്ലെങ്കിൽ സഡൻ ഇൻക്ലൈൻ, സ്റ്റഡി ഇൻക്രീസ്, സ്റ്റഡി ഡിക്രീസ്, ഇതുപോലത്തെ വാക്കുകൾ, കമ്പാരിറ്റീവ് വാക്ക്, ഈ ട്രെൻഡ് പറയാൻ വേണ്ടി. അതായത് ഓവറോൾ എന്താണ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് നടക്കുന്നത്, അവർ പറയണ പടത്തിൽ എന്തൊക്കെയാണ് ത്രൂ ഔട്ട് മാറുന്നത്, ഏത് കുറയുന്നു, ഏത് കൂടുന്നു, ഈ സ്റ്റഡി ഇൻക്രീസ്, സഡൻ ഡിക്ലൈൻ പോലത്തെ വാക്കുകൾ, സിമിലർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു ട്രെൻഡ് പറയുക. എളുപ്പമാണ് അത്. കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ഒന്നുമില്ല. ദർ ഇസ് നോ ഗുഡ് കണ്ടന്റ്, ദർ ഇസ് നോ ബാഡ് കണ്ടന്റ്, ദർ ഇസ് നോ ബെസ്റ്റ് കണ്ടന്റ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണോ അത് കൊടുക്കുക, വറീഡ് ആവണ്ട. ഓക്കെ, ഒരു ട്രെൻഡ് പറഞ്ഞതിന് ശേഷം അവസാനം ഓൾ ഇൻ ഓൾ ദ ഇമേജ് റെപ്രസെന്റ്സ്, ഓവറോൾ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു സമ്മറി പോലത്തെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കി പറയാം. അല്ലെങ്കിൽ ഓവറോൾ ട്രെൻഡ്, അതായത് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് പെൻഗ്വിന്റെ ഇത് കൂടി, പിന്നെ കുറഞ്ഞു, വീണ്ടും കൂടി എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവണം. കണ്ട 25 സെക്കൻഡേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ട് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ച് അതൊന്നും വേണ്ട. നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി അതിനൊരു ഓവറോൾ ട്രെൻഡായിട്ട് പറയുക. ഓവറോൾ റീറ്റെൽ ലെക്ചറിലും ഡിസ്ക്രൈബ് ഇമേജിലും നിങ്ങൾ പറഞ്ഞു തീരുമ്പോൾ 25 to 30 സെക്കൻഡെങ്കിലും പറഞ്ഞിരിക്കും എന്ന് ഉറപ്പ് വരുത്താം. ഈ കീവേഡ്സ് മാത്രം ഉപയോഗിക്കണം. ഡിസ്ക്രൈബ് ഇമേജിൽ നിങ്ങൾക്ക് 25 സെക്കൻഡ് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീറ്റെൽ ലെക്ചറിൽ ഉപയോഗിച്ചതുപോലെ ഫ്രേസുകൾ ആഡ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ ഇതിനെപ്പറ്റി പ്രാക്ടിക്കലായിട്ട് ചെയ്തു തരുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും, അത് ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് വീഡിയോ. ഇതിൽ നിന്ന് ഇനി ലെങ്തി ആക്കണ്ട, കാരണം ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി.
സോ വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാൻ തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PTE 2 ദിവസത്തിനുള്ളിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, ഡോണ്ട് പാനിക്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.